ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. എങ്ങനെയുണ്ട്? ഞാൻ പലപ്പോഴും ചിന്തിച്ച് അങ്ങനെ വിസ്മയിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ പാർലിക്കാട് ഒരു നൈമിഷാരണ്യം രൂപപ്പെട്ടത്? അതിൽ ബഹുസഹസ്രം ജനങ്ങൾ, ഭക്തജനങ്ങളും തത്വജിജ്ഞാസുക്കളും വന്നു ചേർന്ന് ഒരേ ഇരിപ്പിലിരുന്ന് കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ വിവിധ പ്രവക്താക്കൾ നൽകുന്ന തത്വപ്രവചനങ്ങൾ കേട്ട് അതിലുള്ള മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും തത്വങ്ങളും എല്ലാം തന്നെ ഗ്രഹിച്ച് അതിനെക്കുറിച്ച് അയവിറക്കി ഇങ്ങനെ ആലോചിച്ചു പോകുന്ന ഒരു സമ്പ്രദായം എവിടെയാണ് സാധിക്കുകയെന്ന്. ഇത് വാസ്തവത്തിൽ ഒരു ജ്ഞാന മഹോത്സവം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പ്രവക്താക്കളുടെ മുഖത്ത് നോക്കി ആ മുഖങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്യങ്ങൾ ഉൾക്കൊള്ളാനാണ്. ഏത് വാക്യം ആര് പറഞ്ഞാലും അതിൽ പ്രതിപാദിക്കുന്നതും അതുവഴി ആശയവിനിമയം ചെയ്യുന്നതും അറിവാണപ്പാ. കേൾക്കുന്നത് ശ്രവണപുടങ്ങളാണ്, എന്നാൽ അത് ഉൾക്കൊള്ളുന്നതും ആലോചിച്ച് സ്വന്തമാക്കുന്നതും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അങ്ങനെ മനസ്സിന് സന്തോഷവും സാഫല്യവും ബുദ്ധിക്ക് വിജ്ഞാനവും വിജ്ഞാന വിഭവങ്ങളും മാത്രമാണ് ഈ സത്രശാലയിൽ നാം പ്രദാനം ചെയ്യുന്നത്. അത് ഒരാൾ വഴിയല്ല, പല പ്രവക്താക്കൾ വഴിയാണ്. ഇങ്ങനെ കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ ഇങ്ങനെ പ്രവക്താക്കളുടെ നിര നമുക്ക് ഈ തത്വപ്രവചനങ്ങളിലൂടെ മനുഷ്യജീവിതത്തെ അലങ്കരിക്കാനും ശക്തിപ്പെടുത്താനും സമ്പുഷ്ടമാക്കാനും സാഫല്യപ്രദമാക്കാനും വേണ്ടി ഇങ്ങനെ ഒരു വിഭവം, ഒരു സദ്യ വിളമ്പും പോലെ വിളമ്പുന്നത് അപൂർവമായ കാര്യമാണ്, എളുപ്പമല്ല. എന്തോ കാരണത്താൽ വലിയ പർവ്വത ശിഖരങ്ങളിൽ നിന്ന് ചെറിയ ഒരു ജലരേഖ ഒഴുകുന്നത് പോലെയാണ് 21 കൊല്ലം മുൻപ് നാം ഇത് തുടങ്ങി വച്ചത്. ആ ജലരേഖ പറ്റിപ്പോകാതെ ഇറങ്ങി വരുമ്പോൾ അതിലെ പക്കപാർശ്വങ്ങളിൽ നിന്നുള്ള ജലരേഖകൾ കൂടിച്ചേർന്ന് അതിൻ്റെ ആക്കവും തൂക്കവും വിസ്താരവും പ്രവാഹശക്തിയുമെല്ലാം കൂടി ഇറങ്ങി വലിയ മഹാനദിയായി സമതലത്തിലൂടെ നീങ്ങുകയാണ്. ഞാൻ എപ്പോഴും ഈ പുഴയുടെ കാര്യം ആലോചിക്കാറുണ്ട്. എൻ്റെ ജീവിതം പോലും അതുപോലെ ഒരു പുഴയാണ്. ആ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ ഒരുത്തൻ തുടങ്ങിയതാ. എനിക്ക് എല്ലാം വിട്ട് നമ്മുടെ ദേശത്തിൻ്റെ സംസ്കാരവും തത്വമൂല്യ സിദ്ധാന്തങ്ങളുടെ പ്രഭാവവും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് സ്വമേധയാ തോന്നി. പറ്റിയ ഒരു ഗുരുവിനെയും കിട്ടി. അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ മേടിച്ച് തപസ് തുടങ്ങിയപ്പോൾ ബാക്കിയൊന്നും പോലെയല്ലാതെ ആ തപസ്സിന് വലിയ ഒരു ശക്തിയും പ്രഭാവവും അനുഗ്രഹ സംവിധാനവും അതിനുണ്ട്. ഒരു ദിവസം 2.5 മണിക്കൂർ നേരം പകലും രാത്രിയുമായി ഞാൻ ധ്യാനിക്കും. മുടക്ക ദിവസങ്ങളിലോ 4 മണിക്കൂർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഭാഗത്ത് തൊഴിൽ, ജോലി, ഉദ്യോഗം, മറുഭാഗത്ത് ഇതും വിട്ടില്ല. വളരെ ഉത്സാഹത്തോടു കൂടിയാണ്. എൻ്റെ ധ്യാനമഗ്രത എപ്പോഴും ഒരു അനുഭവ സാന്ദ്രത രചിച്ചു കൊണ്ടിരുന്നു. അതിൽ തേടാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തേടിയ വള്ളി കാലിൽ പിണഞ്ഞു എന്ന് പറഞ്ഞ പോലെയായിരുന്നു അനുഭവം. അവിടുന്ന് അങ്ങോട്ട് ശാസ്ത്രങ്ങളും വായിക്കാൻ തുടങ്ങി. ഈ ശാസ്ത്ര പഠനം വളരെ വിശേഷപ്പെട്ടതാണ്. ശാസ്ത്രത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ അതിലുണ്ട്. അത് വിട്ടു വേറെ ഒന്നുമില്ല. ആ ശാസ്ത്രങ്ങളെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും സാക്ഷാത്കരിക്കാനും സാധിച്ചാൽ അതിലേറെ ഒരു വിഭവമോ ഒരു ഉൾനിറവോ ഒരു തിറവോ ഒന്നും തന്നെ ഉണ്ടാവാനില്ല. അങ്ങനെ ഒരു ഭാഗത്ത് തപസ്സും ഒരു ഭാഗത്ത് ശാസ്ത്രവും രണ്ടും കൂടിയിട്ടാണ് ഒരു പക്ഷിയുടെ 2 ചിറക് ഇങ്ങനെ ആട്ടി അത് പറക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് പറന്ന് കയറി എല്ലാം വിട്ടു പുറപ്പെട്ടു. അതൊരു ജലരേഖയായിരുന്നു പർവ്വത ശിഖരത്തിൽ നിന്ന് ആരംഭിച്ചത്. ആ ജലരേഖയാണ് ഒഴുകിയതാ ഇപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം 67 വർഷം കഴിഞ്ഞു. ഇങ്ങനെ ഒരു സത്രശാല നമുക്ക് ഉണ്ടാവുമെന്നോ ആ സത്രശാല അനുവത്സരം വളരുമെന്നോ ഞാൻ ഒരിക്കലും നമ്മളാരും സാധാരണ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയുടെ ആവശ്യമില്ല. തസ്മാത് ഉദ്യമവാൻ ഭവ എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞ പോലെയാണ്. പരിശ്രമിക്കൂ, പരിശ്രമിക്കൂ. അതിൻ്റെ അപ്പുറം ഒന്നും ആലോചിക്കും വേണ്ട. പരിശ്രമിക്കുക മാത്രമേ നമ്മൾ വേണ്ടൂ, അതിന് മാത്രമേ കഴിയൂ. പക്ഷേ ആ മനുഷ്യൻ്റെ പരിശ്രമമുണ്ടല്ലോ, അത് ഹസ്തപാദ പരിശ്രമങ്ങളല്ല. മനുഷ്യൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ അതിൽ സങ്കല്പത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രഭാവം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. ആ സമർപ്പണ ഭാവമാണ് അന്നും ഇന്നും നമുക്കുള്ളത്. നമ്മുടെ ഭക്തജനങ്ങളിലും ഞാൻ അതാണ് തുടർച്ചയായി വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൃതാർത്ഥതയ്ക്ക് വക നൽകുന്നതാണ് നമ്മുടെ ഈ നൈമിഷാരണ്യവും അതിലെ സത്രശാലയും സഭാനികേതനും അതിലിതാ വന്നുകൂടിയിട്ടുള്ള വിശേഷപ്പെട്ട ശ്രോതൃ സദസ്സും പ്രേക്ഷകന്മാരുമെല്ലാം. ഞാൻ നിങ്ങളെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വളരെ അനുഗ്രഹീതരാണ്. ഈ അനുഗ്രഹം നിങ്ങൾ പലർക്കും നേടിക്കൊടുക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട്. ഞങ്ങളെങ്ങനെ ഉത്സാഹപൂർവ്വം ഈ കാര്യങ്ങൾ നടത്തി സംഘടിപ്പിക്കുന്നുവോ ആ സംഘടന അല്ലെങ്കിൽ ആ പ്രയത്നം സഫലമാകണമെങ്കിൽ അതിൽ വന്നുകൂടുന്ന പ്രേക്ഷകരുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമം കൂടിയേ തീരൂ. ഓരോരുത്തരും 10ഉം 25ഉം പേരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും ഈ അനുഗ്രഹം കിട്ടത്തക്ക വിധത്തിൽ നമ്മുടെ പഴയ രാമായണം, ആദിരാമായണം അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവർ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുവോ അതിൽ ചിലർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയോ അങ്ങനെ ആ ശൃംഖല നീണ്ട് വിശാലമായ നമ്മുടെ പുണ്യഭൂമിയിൽ എല്ലായിടത്തും പരന്നു. എന്നിട്ട് അവസാനം ഇതാ നമ്മുടെ സുപ്രീം കോർട്ട് തന്നെ നിയോഗിച്ച, അവർ തന്നെ പുറപ്പെടുവിച്ച ഒരു ഓർഡറാണ്. ആ ഓർഡർ സുപ്രീം കോടതി പുറപ്പെടുവിച്ചു ഒരു ജനായത്ത സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോടും ക്യാബിനറ്റിനോടും ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മുടെ വാൽമീകി രചിച്ചു വെച്ച രാമായണത്തിലെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന രാജകുമാരനും രാജാവുമായ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹം ഒരു മഹാപ്രഭുവായിരുന്നു. അദ്ദേഹത്തിന് തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൻ്റെ വൈശിഷ്ട്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ചാരിത്ര്യം, അതിൻ്റെ വൈഭവം, അദ്ദേഹത്തിൻ്റെ സമ്പർക്കാത്മക മികവ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ സൗഷ്ഠവം, ഇതെല്ലാം അനുസ്മരിപ്പിക്കുമാറ്, ഇതെല്ലാം നമുക്ക് അനുയായികളാവണം ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും. അതിനെല്ലാം പറ്റിയ തരത്തിൽ ഒരു മന്ദിരം കെട്ടണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പലരും പറയും രാമൻ ജീവിച്ചിരുന്നോ എന്ന് സംശയമാണ്. ഈ സംശയത്തിൻ്റെ ചോദ്യം എവിടെ വരുന്നു? ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പറയണു ഇവിടെയാണ് ശ്രീരാമൻ പിറന്നതെന്ന്. അത് വിട്ടൊരു പ്രമാണം എന്താണ്? ദേശത്തെയും കാലത്തെയും എല്ലാം അതിജീവിച്ച് സഹസ്രാബ്ദങ്ങളായി ജനങ്ങൾ കണക്കാക്കി പോരുന്ന ഒരു സ്ഥലം. സത്യത്തിൻ്റെ മുകളിലല്ലാതെ ഇങ്ങനെ ഒരു ആവേശമോ ആവശ്യമോ ഒരനുസ്മരണമോ ഒരിക്കലും ഉണ്ടാവില്ല. അത് കെട്ടി അടുത്ത വർഷം അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എന്തൊരു വിശേഷമാണ് നമ്മുടെ സംസ്കാരം. എനിക്ക് വളരെയധികം കൃതാർത്ഥതയും സന്തോഷവും സാഫല്യവുമുണ്ട്. രാമനെ ഒരു പഴങ്കഥ എന്നുള്ള പറച്ചിൽ വിട്ട് അദ്ദേഹം ഇവിടെ ജനിച്ച ഒരു കുമാരനായിരുന്നു, ഭാരതപ്രജയായിരുന്നു, നമ്മുടെ പൂർവികനായിരുന്നു, ദശരഥൻ്റെ സീമന്തപുത്രനായിരുന്നു. ആ ഒരു രാമനെ അനുസ്മരിക്കാൻ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഈ മന്ദിരം കെട്ടുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഭാരതാംബ വല്ലാതെ ഹൃദയം തണുത്ത് ഉള്ളു കുളിർന്ന് ചിരിക്കുന്ന സന്ദർഭമാണിപ്പോൾ. അതേപോലെ ഒരു സംഭവമാണ് നമ്മുടെ ഈ സത്രശാലയും സഭാനികേതനുമെല്ലാം. ബഹുസഹസ്രം ജനങ്ങൾ ഇവിടെ വന്നു കയറിക്കഴിഞ്ഞു, വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും അതുപോലെ എണ്ണമറ്റ തലമുറകളും അനുഗ്രഹിക്കത്തക്ക വിധമുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ സത്രശാലയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഇവിടെ പ്രസാദമൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ? ഞങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരാവശ്യമില്ല.
അവിടെ പോയാൽ എന്തെങ്കിലും ഒന്ന്, ശരീരമാണല്ലോ ആദ്യം, അതിന് കഴിക്കാൻ പറ്റിയ തരത്തിലൊരു പ്രസാദം, ആ പ്രസാദം കൊണ്ടുപോയി നിങ്ങളുടെ അയൽവക്കക്കാർക്കും ബന്ധുബാന്ധവന്മാർക്കുമെല്ലാം കൊടുക്കണം. നമ്മൾ അന്നേ ഒരു തലയ്ക്ക് ദീർഘദൃഷ്ടിയോടുകൂടി ഞാൻ തിട്ടപ്പെടുത്തിയതാണ്. ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിന് എത്രയോ പേര് പങ്കാളികളാവണം. എല്ലാവർക്കും ഇവിടെ വരാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരാൻ പറ്റാത്തവർക്കും ഇതിലെന്തെങ്കിലും പങ്കാളിത്തം എടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭക്തിഭോജന ദ്രവ്യ സമർപ്പണം എന്നൊരു ചടങ്ങ് ആവിഷ്കരിച്ചത്. അത് അന്ന് മുതൽക്ക് ഇന്നേ വരെ നടക്കുന്നു. 4 യാത്രയാണ്. ഗുരുവായൂരിൽ നിന്ന്, തിരുവല്ലാമലയിൽ നിന്ന്, നമ്മുടെ ആശ്രമത്തിൽ നിന്ന് വെങ്ങണിശ്ശേരി, പാണ്ഡവഗിരി, കിഴക്കേ ചെരുവിലുള്ള വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിൽ നിന്നുള്ളത്, പിന്നെ പാർലിക്കാടും ചുറ്റുമുള്ളതായ ഒരു പ്രദക്ഷിണവും. ഇതിലെല്ലാം കൂടി എത്ര ജനങ്ങളാണ് അതിന് ഭോജനദ്രവ്യ സമർപ്പണങ്ങൾ തരുന്നത്. അവരെല്ലാവരും ഈ സത്രത്തോടു കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ ബന്ധത്തിലാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് സന്തോഷം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. ഈശ്വരൻ മേഘത്തിനപ്പുറത്ത് ഒളിഞ്ഞു നടക്കുന്ന ഒരു സത്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ നാം അമ്മ കുട്ടിക്ക് പാലൂട്ടുന്നത് പോലെ നമ്മുടെ ഭക്തി കൊണ്ട് ഊട്ടി വളർത്തി സ്ഥാപിച്ച് സ്ഥിരവാസിയാക്കേണ്ട ഒരു വിശേഷപ്പെട്ട സത്യമാണ്, സാക്ഷാത്കാരമാണത്. അപ്പോൾ ആ ഭോജനദ്രവ്യ സമർപ്പണത്തിലും എല്ലാവരും പങ്കെടുക്കണം. ഞാനിതിന് മുമ്പൊരിക്കൽ പറയുണ്ടായി, ഒരു ചെറിയ ചരക്കായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ ചരക്ക് ഇവിടെ ഉണ്ടാക്കിയതാണല്ലോ. 400 ചില്ലാനം ലിറ്റർ കൊള്ളും അതിൽ. ആ ചരക്കിൽ ഭോജനദ്രവ്യ സമർപ്പണ അരി അങ്ങോട്ട് കൂടി നിറഞ്ഞിരുന്നാൽ അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഈ സമർപ്പണത്തിൻ്റെ ഉദ്ദേശം എന്താ? പ്രത്യേകിച്ച് നെൽപ്പറ, അരിപ്പറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അരി കൊണ്ടോ നെല്ലുകൊണ്ടോ മറ്റു ദ്രവ്യങ്ങൾ കൊണ്ടോ ഒരു പറയെടുത്ത് അങ്ങോട്ട് അങ്ങനെ നിറഞ്ഞ് താഴത്തേക്ക് വീണം, നെല്ലും അരിയൊക്കെ, അവിലായാലും എന്തായാലും. അതുപോലെ ഭക്തജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർണ്ണമായി നിറവേറി, ആ നിറവേറിയ സൗഭാഗ്യം അവരിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കണം എന്നുള്ളതാണ് ഈ നിറപറ എന്നുള്ളൊരു സങ്കല്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനെല്ലാറ്റിനുമുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം ഭംഗിയായി നടക്കണമുണ്ട്. അന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അതങ്ങോട്ട് നിറയ്ക്കാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ അങ്ങനെ നടക്കണമെന്നൊന്നുമല്ല ഞാൻ പറയണത്, നടക്കേണ്ട കാര്യം പറയണമെന്ന് മാത്രം എന്നായിരിക്കുന്നു. നമ്മുടെ പൂർവികർ മുതൽക്ക് ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്ന ഈ വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. തുലാഭാരങ്ങളുണ്ട്. പാവപ്പെട്ടവർ ചിലപ്പോൾ തുലാഭാരം നേർന്നിട്ടുണ്ടാവും. ആ ആളിനെ വിഷമങ്ങളൊക്കെ തീർന്ന ഒരു പണക്കാരായി ഒരു കുടുംബം ഗുരുവായൂരിൽ വന്നു. എന്നിട്ട് തുലാഭാരത്തിന് പുറപ്പെട്ട് അവർ എന്താ കൊണ്ടുവന്നേ? നല്ല നേന്ത്രപ്പഴം കൊണ്ടുവന്നു. നേന്ത്രപ്പഴം കൊണ്ടുവന്ന് ആളെ ഒരു തട്ടിലിരുത്തി നേന്ത്രപ്പഴം കൊണ്ടുവച്ചപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 കൊല വെച്ചു. തൂങ്ങണില്ല. അപ്പോൾ അറിവും പരിചയമുള്ളവർ 4 ഭാഗത്തും ഉണ്ടാവില്ല. അവർ പറഞ്ഞു, നിങ്ങളെന്താ തുലാഭാരം നിശ്ചയിച്ചിരുന്നത്? എപ്പോഴാണ് നിശ്ചയിച്ചത്? മറന്നുപോയോ? ഉപ്പാണ് നിശ്ചയിച്ചിരുന്നത്. അന്ന് കയ്യിൽ കാശൊന്നുമില്ല. അപ്പോൾ ഉപ്പ് കൊണ്ട് തുലാഭാരം പറഞ്ഞു. ആ ഉപ്പ് തന്നെ മതി. ഇന്ന് നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലും ഭണ്ഡാരത്തിലിട്ടോളൂ, അല്ലെങ്കിൽ ദേവസ്വത്തിൽ കൊടുത്തോളൂ. പക്ഷേ ഇവിടെ തുലാഭാരത്തിന് നിങ്ങൾ നേർന്നതേ വേണ്ടൂ. അത് വിട്ട് ഒരു നെൽമണിക്ക് വ്യത്യാസം പാടില്ല എന്ന്. അവർ വിഷമിച്ചു, നാണിച്ച് ഉപ്പ് കൊണന്നു വെച്ചപ്പോൾ ടപ്പെന്ന് തൂങ്ങിയത്രേ. നിങ്ങളെന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇത് കടങ്കഥകളാണ്. ഇതിലെല്ലാറ്റിലും പ്രവർത്തിക്കുന്ന ഒരു സത്യമുണ്ടപ്പാ. ആ സത്യത്തിൻ്റെ വൈഭവമാണിത്. നിങ്ങളുടെ ഹാർട്ട് അടിക്കണില്ലേ നിൽക്കാതെ? ആരാ അതിനെ പിടിച്ച് തള്ളണത്, ഉന്തണത്? അത് അടിക്കണുണ്ടല്ലോ. ആരാ അത് രൂപപ്പെടുത്തിയത്? ആരുമല്ല. നമ്മുടെ ബീജത്തിൻ്റെയും കോശത്തിൻ്റെയും ഉള്ളിൽ എന്ത് ശക്തിയുണ്ടോ, വൈഭവമുണ്ടോ, അതാണ് വികസിച്ച് കണ്ണ്, മൂക്ക്, തലച്ചോറ്, ചുണ്ട് ഒക്കെ ആയി അങ്ങോട്ട് പുറത്തു വന്നത്. അങ്ങനെ ഒരു കുട്ടിയെ ലോകത്തോട് മുഴുവൻ സമ്പർക്കം പുലർത്താനായി 3-4 മാസങ്ങൾ കൊണ്ട് രചിക്കാൻ സാധിച്ചു ഗർഭകോശത്തിൽ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം എല്ലായിടത്തും പ്രവർത്തിക്കുന്നതായ ആ ഉൾമഹിമ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 4 മിനിറ്റോ 2 മിനിറ്റോ എങ്കിലും ആലോചിച്ച് കണ്ണടച്ചിരിക്കൂ. അതുമാത്രം മതി, വേറെ ഒന്നും വേണ്ട. പണവും ചെലവ് ചെയ്യണ്ട, ഒരിടത്തേക്കും പോകും വേണ്ട.
കഷ്ടപ്പെടും വേണ്ട. ഇരിക്കുന്നിടത്ത് കണ്ണടച്ചിരുന്ന് ഈ വൈഭവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് മകിഴാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ആവശ്യം. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും 3 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ മനസ്സിൽ ഏറ്റവും മഹത്വം, പരമപ്രഭാവമുള്ളതും ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നതുമായ വിശേഷപ്പെട്ട ഒരു സത്യമുണ്ട്, ഒരു വാസ്തവമുണ്ട്. ആ വാസ്തവമുണ്ട് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അറിവ്, അതിനെ പ്രമാണമാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു ഭാവവിശേഷമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അതെങ്ങനെ വേണമെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ. അത് സ്നേഹമാകട്ടെ, അതിശയമാകട്ടെ, അന്വേഷണമാകട്ടെ, അദ്ഭുതമാകട്ടെ, അല്ല എന്തെങ്കിലും തരത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റിയ ആ സാക്ഷാത്കാരമാകട്ടെ, അതിനോട് നമുക്ക് തോന്നുന്നതായ ഒരു വൈകാരികമോ ഭാവാത്മകമോ ആയിരിക്കുന്ന ഒരു ഇണക്കമാണ് ഭക്തി. ആ ഭക്തിയുടെ തുടക്കം മനുഷ്യ ഹൃദയത്തിലാണ്. ആ മനുഷ്യൻ ലോകത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഭക്തി വരില്ല. ഈ ലോകം എവിടെ നിന്നുണ്ടായി, ആരല്ലെങ്കിൽ എന്താണതിനെ നിലനിർത്തുന്നത്, എവിടെയാണിതിൻ്റെ പോക്ക് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ ഭക്തി വളരുള്ളൂ. ഭഗവാനല്ല ഭക്തി ഉണ്ടാക്കുന്നത്. ഭക്തി ഉണ്ടാക്കുന്നത് മനുഷ്യ ഹൃദയമാണ്. ആ മനുഷ്യൻ ലോകത്തെക്കുറിച്ചോ ദേഹത്തെക്കുറിച്ചോ സ്വന്തം ഗൃഹങ്ങളെക്കുറിച്ചോ ഗൃഹാംഗങ്ങളെക്കുറിച്ചോ ആലോചിച്ചാൽ ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവണമെങ്കിൽ അലൗകികമായിരിക്കുന്ന ഈ പരമാർത്ഥത്തെക്കുറിച്ച് ആലോചിക്കണം. ആലോചിക്കാൻ എപ്പോൾ തുടങ്ങിയോ ഭക്തി രൂപപ്പെട്ടു. ആ ഭക്തിയെ പിന്നെ വളർത്താൻ നമ്മൾ എവിടെ നോക്കണം? ഒരു ചെടി നട്ടു, അത് വളരണമെങ്കിൽ എന്തു വേണം? അതിൻ്റെ കടയിൽ വെള്ളമൊഴിക്കണം. ഇലയാന്തരം തണവ് വേണം. അവിടെ ഒന്നും ചെന്ന് തെളിക്കേണ്ട ആവശ്യമില്ല, കടയിലൊഴിക്കണം. അതുകൊണ്ട് ഭക്തി വളരണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നിങ്ങളുടെ ഹൃദയത്തിൽ വേണം അതിനെ വളർത്താൻ, അതിനെ നനയ്ക്കണം. ആ നനയ്ക്കാനുള്ള വഴികളാണ് പലതും ഓരോന്നും പറയുന്നത്. അപ്പോൾ ഭക്തി വളരാനും എത്ര കണ്ട് ഭഗവാനോട് ഭക്തി തോന്നുന്നുവോ അത്ര കണ്ട് ലോകത്തോട് വിരക്തി തോന്നാനും, ഇത് രണ്ടും കൂടി വരുമ്പോൾ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്ന പരിണത ഫലം ഉണ്ടാവാനും, ഇത് 3മാണ് ശ്രീമദ് ഭാഗവതം അനുക്ഷണം, അനുവാക്യം, അനുശ്ലോകം നമ്മെ ഉപദേശിക്കുന്നത്. അവതരണങ്ങളിലൂടെ, പ്രതിപാദനങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, ഇതൊന്നുമല്ലാത്ത രീതിയിലുമെല്ലാം പലതും പറഞ്ഞ് കൂട്ടി ഇണക്കി മനുഷ്യൻ്റെ മനസ്സൊരു റോ മെറ്റീരിയൽ എങ്ങനെയാണോ ഒരു ഫാക്ടറിയുടെ 12 വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത്, അതുപോലെ ഒരു ഭക്ത മനസ്സാവും ലൗകിക മനസ്സെല്ലാം തന്നെ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കപിലനും ദേവഹൂതിയും തമ്മിലുള്ള സംവാദം. ഇതെവിടെയാണ് വരുന്നത്? 3-ാം സ്കന്ധത്തിൽ. ശ്രീമദ് ഭാഗവതം ഒരു മഹാപുരാണം എന്നൊക്കെയല്ലേ ചിത്രീകരിക്കുക. ആ മഹാപുരാണത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാമായി 3-ാം സ്കന്ധത്തിൻ്റെ അവിടെ വരുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു വ്യതിയാനമുണ്ട്. എന്താണത്? ദാർശനികത. The discussion and the conversation in Srimad Bhagavatam suddenly become extremely and subtly philosophical. Not only philosophical, it becomes spiritual and yogic also. അതിന് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്ന വിശേഷപ്പെട്ട ഒരു ഭഗവത് കുമാരനാണ് ആര്? ഈ കപിലൻ. ഭർത്താവായ കർദമ പ്രജാപതി ദേവഹൂതിയുടെ അഭിലാഷമനുസരിച്ച് കുറേ കാലം ഒന്നിച്ച് താമസിച്ചു. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മഹർഷിത്വത്തിനോ അദ്ദേഹത്തിൻ്റെ തപഃപ്രാധാന്യത്തിനോ ഒരു മാറ്റവും ഈ ലൗകിക ജീവിതം, ഗൃഹസ്ഥ ജീവിതം വരുത്തിയില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, കല്യാണം കഴിച്ചു കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ലൗകികനൊന്നും അങ്ങോട്ട് ആവില്ല. കല്യാണം കഴിച്ചു കുട്ടികളുണ്ടായി, എന്താ അപ്പോൾ അത് ലക്ഷ്യം? അതിൽ നിന്നല്ലേ മനുഷ്യരാശി വളരുന്നത്. അപ്പോൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വിവാഹവും ആവശ്യമാണ്, സന്താനോത്പാദനവും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെങ്ങനെയാണ് അങ്ങനെ ആവുക? നിങ്ങൾ ജനിച്ചപ്പോൾ ശരീരമായിരുന്നു, അല്ല ജീവനായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴോ അതേ ജീവൻ തന്നെ.
അച്ഛനും അമ്മയും ആയപ്പോഴോ അതേ ജീവൻ തന്നെ. ഇനി മരിക്കുന്ന സമയത്തോ അതേ ജീവനായിട്ടാണ് പോകുന്നത്. നമ്മളൊരിക്കലും ഈ അമരത്വം വിട്ട് മർത്യമായ ശരീരമായി തീരുന്നില്ല. അദ്ദേഹം എന്തു ചെയ്തു? കുട്ടികളൊക്കെ അങ്ങോട്ട് മുതിർന്നപ്പോൾ ഞാനിതാ പോവാ ഈ പൂർണ്ണ തപസ്സിലേക്കായി സന്യാസത്തിന് എന്ന് പറഞ്ഞു പോയി. ആ പോകുന്ന സമയത്ത് 9 പെൺമക്കളുടെ വിവാഹം നടത്തണം. ആരാ അത് നടത്തുക? അങ്ങ് പോയാൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? എനിക്ക് തേടി പിടിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമോ? എന്തെങ്കിലും ചില ചടങ്ങുകളോട് കൂടിയിട്ടൊക്കെയല്ലേ വിവാഹം നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരു പുത്രനെ, സത്പുത്രനെ പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ആടും മാടും കേൾക്കണമായിരിക്കും കേൾക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ ഉള്ളിൽ എന്ത് സംഭവിക്കാം? അവർക്ക് എത്ര കണ്ട് ശക്തിയുണ്ട്? അവർക്ക് സങ്കല്പശേഷിയുണ്ടോ? ആ സങ്കല്പം അന്വർത്ഥമാകുമോ? എത്ര കണ്ട് അന്വർത്ഥമാകും? ഇവിടെ നരിയും പുലിയുമല്ല കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. ഉള്ളിൽ വിചാരശക്തിയുള്ള മനുഷ്യനാണ് പുരുഷനെപ്പോലെ സ്ത്രീയും. അവർ രണ്ടുപേരും കൂടിയുള്ള വിവാഹം വലിയൊരു വസന്തമായി തീരണം. ജീവിതത്തിൽ തനിക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും. അപ്പോൾ ഒരു ഭാര്യ പറയാണ്, എനിക്ക് അങ്ങ് പ്രദാനം ചെയ്യണം ഒരു നല്ല സത്പുത്രനെന്ന്. അദ്ദേഹം മൂളി. കൂടെ കുറച്ച് ദിവസവും കൂടി ഇരുന്നു. എന്നിട്ട് ജനിച്ച പുത്രനാണ്. ഏതായാലും ഭർത്താവ് പോവായി, ഇനി പുത്രനാണെന്ന് നിൽക്കുക. ആ പുത്രൻ എനിക്ക് തത്വോപദേശം നൽകും വേണമെന്ന് പറഞ്ഞു അമ്മ. അതേമാതിരി ഒരു പുത്രൻ ജനിച്ചു. ആലോചിച്ച് നോക്കൂ. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ശുദ്ധമായ, സുന്ദരമായ, തപഃപൂരിതമായ, പവിത്രമായ, മംഗളാത്മകമായ ദാമ്പത്യം ജീവിച്ചാൽ എന്താണ് അതിൽ നിന്നുണ്ടാകാൻ വയ്യാത്തത്? എല്ലാം ഉണ്ടാകും. പ്രായമായപ്പോൾ കബീരൻ സംസാരിക്കാൻ തുടങ്ങി. ഇതാണപ്പോൾ ഭാരതത്തിൻ്റെ മഹിമ. താൻ മുല കൊടുത്ത് പാലൂട്ടി വളർത്തിയ കുട്ടിയുടെ മുൻപിൽ അമ്മ ജീവിതം സന്ധാരണം ചെയ്യാനും ജീവിതത്തെ സമഞ്ജസമാക്കാനും സമ്പൂർണമായി സ്വതന്ത്രമാക്കാനും വേണ്ടിയുള്ള ഉപദേശം അമ്മ വേറെ ആരോടുമല്ല, മകനോടാണ് ചോദിക്കുന്നത്. ആ മകൻ അത് നൽകാൻ തയ്യാറായിരിക്കുന്നുമുണ്ട്. അങ്ങനെ മകനും അമ്മയും തമ്മിലുള്ള ഒരു സംവാദമാണത്. വേറെ പല സംവാദങ്ങളുമുണ്ട്. നമുക്ക് ശൃംഗിയുടെ സംവാദമുണ്ട്. അത് മഹർഷിപുത്രനാണ്. ഉത്താനപാദൻ്റെ പുത്രനാണ് ധ്രുവൻ. ഹിരണ്യകശിപു ചക്രവർത്തി, അസുര ചക്രവർത്തിയുടെ പുത്രനാണ് പ്രഹ്ലാദൻ. ഇതൊക്കെ അച്ഛനും മകനും തമ്മിലുള്ള സംവാദമാണ്. ഇത് അമ്മയും മകനും തമ്മിലുള്ളതാണ്. സ്ത്രീകളെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വിവാഹം വെറും ഭൂ എന്നുള്ള വിവാഹമൊന്നുമല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ വലിയൊരു മംഗളാത്മകമായ പ്രവൃത്തിയാണത്. സന്താനോത്പാദനം എന്ന് പറഞ്ഞാൽ അതിനെ വിവരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമാണത്, അത്രയ്ക്ക് പരോപകാരപ്രദമാണ്, ലോകസന്ധാരകമാണത്. അതനുസരിക്കുന്ന ഒരു ദൗത്യം നിങ്ങളുടെ മനസ്സിൽ തോന്നണം. അങ്ങനെ കപിലൻ പറഞ്ഞു വരിക. അതിലെല്ലാം പറയില്ലേ, ഞാൻ ഒരു ഭാഗം പറയാം. അഹം സർവസ്യ ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം. അഹം സർവസ്യ ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം. ഈ ഭഗവാൻ, ഈശ്വരൻ, പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് നാം ആരാധിക്കുന്നുണ്ടല്ലോ. ആ ഈശ്വരൻ എവിടെയാ? അഹം സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും. ഒന്ന് കിഴുക്കിനപ്പാ തലയിൽ. സർവേഷു ഭൂതേഷു, എല്ലാ ദിക്കിലും. നിങ്ങൾ നോക്കുന്നത് ഗർഭഗൃഹത്തിലുള്ള ഒരു വിഗ്രഹത്തെയാകാം, ചുമരിൽ തൂക്കിയിട്ടുള്ള ഒരു പടത്തെയാവാം. പക്ഷേ നിങ്ങൾ നോക്കുന്നത്, ആ പടം സൂചിപ്പിക്കുന്നത്, അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വം സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ വസിക്കുന്നു. ഭൂതാത്മാവസ്ഥിതഃ സദാ, എങ്ങനെ അധിവസിക്കുന്നു? ആ ഭൂതത്തിൻ്റെ അന്തരാത്മാവായിട്ടാണ് അധിവസിക്കുന്നത് എപ്പോഴും. തമവജ്ഞായ, അങ്ങനെ സർവഭൂതാത്മാവാണ്, സർവത്രകമാണ്, സർവവ്യാപിയാണ് എന്ന് മനസ്സിലാക്കാതെ മനുഷ്യരെന്ത് ചെയ്യണു?
കേൾക്കുവപ്പോൾ ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ഉള്ളു തുറന്ന സംസാരം, തൊലിയുരിച്ചുള്ള ആ വിജ്ഞാപനം, കുരുതേ അർച്ചാവിഡംബനം, എല്ലാ ദിക്കിലും അധിവസിക്കുന്നതാണ് ഈശ്വര ചൈതന്യം എന്നുള്ള വസ്തുത, അനിഷേധ്യമായിരിക്കുന്ന വസ്തുത കണക്കാക്കാതെ, ഓർമ്മ വയ്ക്കാതെ, വിലയിരുത്താൻ പറ്റാതെ, കുരുതേ അർച്ചാവിഡംബനം, ഒരു കാട്ടിക്കൂട്ടൽ നടത്തുക. എന്താ? ഇതാ ഇവിടെയാണ് ഈശ്വരൻ, അതുകൊണ്ട് നടത്തുക. ഇതാണ് അവർ നടത്തുന്നത്. ഈ അർച്ചാവിഡംബനം, വിഡംബനം എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടൽ. ആ വിഗ്രഹം വച്ച് ചതുശ്ശതം വരെ നടത്തി എന്തൊക്കെയാണ് അവിടെ ചെയ്യണത്, അതനുസരിച്ച് മനസ്സ് വികസിക്കുന്നുണ്ടോ അത് ആലോചിക്കുന്നില്ല. അഹമുച്ചാവചൈർദ്രവ്യൈ ക്രിയയോത്പന്നയാനഘേ നൈവ തുഷ്യേർപ്പിതോ അർപ്പിതോ നൈവ തുഷ്യേർച്ചിതോർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ. അഹമുച്ചാവചൈർദ്രവ്യൈ ക്രിയയോത്പന്നയാനഘേ നൈവ തുഷ്യേർപ്പിതോ അർപ്പിതോ നൈവ തുഷ്യേർച്ചിതോർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ. അഹമുച്ചാവചൈർദ്രവ്യൈ. എനിക്കിത് എല്ലാവരോടും പറയാൻ ഒരു 10 ലക്ഷം നാവ് വേണമെന്നാണ് ഞാൻ പറയണത്. അഹം, ഞാൻ, അന്തരാത്മാവായ ഭഗവാൻ, ഉച്ചാവചൈർദ്രവ്യൈ, നല്ല വിലപിടിപ്പുള്ളത് വലിയ ദ്രവ്യങ്ങൾ അല്ല, താഴ്ന്നത് വെറും ഒരു തുളസി ഒരല അങ്ങനെയുള്ളതും ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ക്രിയയാ ഉത്പന്നയാനഘേ, പാപമില്ലാത്തവളെ, അമ്മയെ മകൻ അഭിസംബോധന ചെയ്യുക. അനഘ എന്ന് പറഞ്ഞു. അനഘേ, വളരെ വിലപിടിപ്പുള്ളതും ഇല്ലാത്തതുമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പല വിധത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളിലൂടെ എന്നെ ഉപാസിക്കുന്നുണ്ടല്ലോ. ആ ഉപാസന കൊണ്ട് നൈവ തുഷ്യേ അർച്ചിതോ അർച്ചായാം, വിഗ്രഹത്തിൽ പല വിധത്തിലുള്ള അർച്ചനകൾ ചെയ്ത് ഇങ്ങനെ തുഷ്ടിപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ, അതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. ഭൂതഗ്രാമാവമാനിനഃ. എങ്ങനെയായാൽ ഈ പൂജ ചെയ്യുന്ന സമയത്ത് ഈശ്വരാന്നൊരു വിചാരം അവരുടെ മനസ്സിലുണ്ട്, മനസ്സ് ദിവ്യവുമാവുന്നു. ആ പൂജ കഴിഞ്ഞ് എണീക്കുമ്പോൾ അവർക്ക് ഈ കാണുന്നതിലെല്ലാം അതേ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാരല്യം, ആ സ്നേഹം, ആ സമ്പന്നത, ആ ദയവ്, ആ സഹതാപം അവരുടെ മനസ്സിലില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു പൊള്ള മനസ്സാണ്, പൊള്ള മനസ്സാ, കപട മനസ്സാ, അതിലുള്ളതൊന്നും ശരിയല്ല. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് സന്തോഷമില്ല. ഒന്ന് നോക്കൂപ്പാ, ഇതാണ് ശ്രീമദ് ഭാഗവതം, ഇതാണ് നമ്മുടെ സംസ്കാരം. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ള് അങ്ങനെ തൊലി ഉരിച്ചിട്ടുള്ള ഉൾസത്യം പറഞ്ഞു തരിക, പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ആവശ്യമാണ്. അതാണ് ഇവിടെ നൈമിഷാരണ്യത്തിൽ സഭാനികേതൻ സത്രശാലയിൽ നാം നടത്തി വരുന്നത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ എല്ലാ ഭൂതങ്ങളോടും ദയവ് തോന്നണം, സ്നേഹം തോന്നണം. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൊള്ളാം, കാണുന്നതൊക്കെ ഈശ്വരൻ്റെ അധിവാസ കേന്ദ്രങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ മനസ്സിനുള്ള വിശാലത നല്ലപോലെ വരട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.